യൂക്കാലിപ്സ് ആണോ പൈൻ മരമാണോ യൂക്കാലിപ്സ് ആണോ എന്ന് കമൻറ്റ് ചെയ്യട്ടാ. ഈ ഒരു ഏരിയ ഒരു സ്വിറ്റ്സർലാൻഡ് കട്ട കോട വന്നിങ്ങനെ നിറയും പോകുന്ന വഴി. ഇപ്പം തന്നെ കണ്ടില്ലേ ഫോഗ്? ഇത് പൊല്യൂഷൻ ഇല്ലാത്ത ഫോഗാട്ടാ. ഡൽഹിയിൽ അങ്ങനെയല്ല, ഡൽഹിയിൽ പൊല്യൂഷനുള്ള ഫോഗാണ്, ആണ് വ്യത്യാസം. എല്ലാവർക്കും നമസ്കാരം, നിഫി വ്ളോഗ്സ് ആണ്. അപ്പം നമ്മളൊരു ചെറിയൊരു ഷോർട്ട് റൈഡ് പോവാണ്. നമ്മുടെ വണ്ടി ഇതാണ്, ഫുൾ ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ബൈക്ക് റൈഡാണ് കേട്ടോ. എൻ്റെ ബുള്ളറ്റിന് ഇപ്പോൾ ഭയങ്കരമായിട്ട് മിസ്സിങ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പെട്രോൾ ഇപ്പോൾ എത്തനോൾ ഉണ്ടല്ലോ, അതിൻ്റെ മിസ്സിങ് ആണെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് ആക്സിലേറ്റർ കൂട്ടി കൊടുക്കണം. ആ ഒരു അവസ്ഥയിൽ വണ്ടികൾ മാറിയിട്ടുണ്ടെന്ന് എൻ്റെ ഒരു സംശയം. മൊത്തത്തിൽ അങ്ങനെ ഉണ്ടോയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ നാഷണൽ ഹൈവേയിലേക്ക് കയറിയേക്കാണ്. ഇനി നമ്മൾ അങ്കമാലിയിൽ നിന്ന് മൂന്നാറിന് വട്ടവട. ഞാൻ പറഞ്ഞില്ലല്ലോ ഞങ്ങളുടെ പോടേന്ന്, ഞാൻ വട്ടവടയ്ക്കാണ് പോകുന്നത്. എനിക്കൊരു കാര്യം ഫീൽ ചെയ്തത് എന്താണെന്ന് അറിയാം, നമ്മുടെ ഇവിടുത്തെ ഒരു ഡെവലപ്മെൻറ്റ് ഫ്യൂച്ചർ ഫോർകാസ്റ്റിംഗ് അല്ല. ഫ്യൂച്ചറിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടാവും എന്നൊരു പ്രഡിക്ഷൻ ഇല്ലാതെയാണ് നമ്മുടെ ഇവിടുത്തെ ഡെവലപ്മെൻറ്റ്. പ്രസൻറ്റിൽ എന്ത് കാണുന്നു അത് അങ്ങോട്ട് പണിയാണ്. ആയിരം രൂപ പെട്രോൾ അടിച്ച് നമുക്ക് എയർ ചെക്ക് ചെയ്യണം. 1000 രൂപ എയർ ചെക്ക് ചെയ്യണം. നമുക്ക് എയർ അടിക്കാം. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഞാനില്ലേ മൂന്നാർ ആകെ കൂടി വിരലിലെണ്ണാവുന്ന പ്രാവശ്യം പോയിട്ടുള്ളൂ. മാക്സിമം പോയാൽ 4 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യം. വട്ടവട ആകെ ഒരു തവണ മാത്രം പോയിട്ടുള്ളൂ. അതും ഞാൻ ഒരു ഷൂട്ടിന് പോയിക്കണേ. മൂന്നാർ ഒരു തവണ മാത്രമേ യാത്രയ്ക്ക് ആയിട്ട് പോയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഷൂട്ടിൻ്റെയും വർക്കിൻ്റെ പർപ്പസിന് മാത്രമായിട്ട് പോയിട്ടുള്ളൂ. ഞാൻ ഡ്രോൺ നല്ല രീതിയിൽ ഫ്ലൈ ചെയ്യും, കുഴപ്പമില്ലാത്ത രീതിയിൽ ഫ്ലൈ ചെയ്യും. അപ്പോൾ അതിൻ്റെ വർക്കുകൾ കുറേ ഷോർട്ട് ഫിലിമും സിനിമയും മ്യൂസിക് ആൽബത്തിനൊക്കെ വേണ്ടി ഫ്ലൈ ചെയ്യാൻ വേണ്ടി പോകാറുണ്ട്. അപ്പോൾ ആ ബേസിസിൽ ഞാൻ പോകുന്നുണ്ട്. കണ്ട ഇവിടുത്തെ റോഡൊക്കെ കുണ്ടും കുഴി എന്താ ടാർ ചെയ്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഭയങ്കര ഡേഞ്ചറാണ് ബൈക്കിന്. കാറിന് പിന്നെയും കുഴപ്പമില്ല, കാറങ്ങനെ പാടില്ല, ബൈക്ക് പെട്ടെന്ന് പാടും. എന്ത് ഡേഞ്ചറാണെന്നറിയോ? ഈ ബ്ലോക്ക് നോക്കിയേ, ഫ്രണ്ടിൽ ലോറി. ഈ ലോറിക്ക് ഇടത്ത് ചേർന്ന് അങ്ങോട്ട് പോയാൽ മതിയില്ലേ, ബ്ലോക്ക് പകുതി കുറയും. വേറെ രസം. പിന്നെ പ്രൈവറ്റ് ബസ്സുകാരൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇവർക്ക് ഇവിടെ സ്റ്റോപ്പുകളുണ്ടാവും. ശരിക്കും വിദേശ രാജ്യങ്ങളിൽ പോട്ടെ, അത് ഞാൻ എടുക്കുന്നില്ല, കൺസിഡർ ചെയ്യണം പോലില്ല. കാരണം വിദേശ രാജ്യം നല്ല സാമ്പത്തികമുള്ള രാജ്യമായതുകൊണ്ട് അങ്ങനെ നമുക്ക് വിചാരിക്കാം. ഒന്നും വേണ്ട, ലാവോസ്, വിയറ്റ്നാം ഇവിടേക്ക് കണ്ടിട്ടുണ്ടോ? ഒന്നുമില്ല. വിയറ്റ്നാം നമ്മളേക്കാൾ ദരിദ്ര രാജ്യമാണ്. അവിടെ സിസ്റ്റമാറ്റിക് വേയിലാണ് ബസ്സുകളുടെ സ്റ്റോപ്പുകളുള്ളത്. അതായത് റോഡ് സൈഡിലൊന്നുമല്ല, അവിടെ ബസ് സ്റ്റോപ്പുകൾ തന്നെയുണ്ട് ഒരു ഏരിയയിൽ, മെയിൻ ഹൈവേസിൽ. അപ്പുറത്തെ റോഡ് പണി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോർഡ്, റാപ്റ്റർ, ഹമ്മർ വണ്ടികളൊന്നും വരേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള റോഡില്ല. പിന്നെന്തിനാണ് വരണേ? നമുക്ക് പറഞ്ഞിട്ടുള്ള ഈ സാധാരണ വണ്ടികളൊക്കെയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളൂ, അതാണ് നമുക്ക് വിധിച്ചിട്ടുള്ളൂ. അതിനുള്ള റോഡുള്ളൂ. ഒരു ട്രക്കോ കാര്യങ്ങളോ വലിയ ട്രക്കൊന്നും ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ ഇത്രയും ദരിദ്ര രാജ്യമായ ലാവോസ്, വിയറ്റ്നാം അവിടേക്കും പോയി ഇപ്പോൾ അവിടുത്തെ വണ്ടികൾ കണ്ട് ഞാൻ കിളി പോയി. അതിനേക്കാളും സാമ്പത്തികമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണെന്നാണ് എല്ലാവരും പറയുന്നത്. മൂന്നാർ ലെഫ്റ്റിലേക്ക്, കോട്ടയം നേരെ. മൂന്നാറിന് 96 കിലോമീറ്റർ. ഇങ്ങനെയൊക്കെ കാറ് എത്തിക്കഴിഞ്ഞാൽ ഫുട്പാത്തിലൂടെ അല്ലേ എടുക്കാൻ പറ്റുള്ളൂ. വണ്ടിക്ക് പോകാനായിട്ടില്ല. അതെ, ഇപ്പോൾ എടുത്താൻ അടിച്ചാനെ. ശ്രദ്ധയില്ല. വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ഭയങ്കര കെയർഫുള്ളായിരിക്കണം. കൂടാതെ വണ്ടി ഓടിക്കുമ്പോൾ ക്ഷമ എന്ന് പറഞ്ഞ സാധനം നല്ല രീതിയിൽ വേണം. മൂന്നാർ ഇവിടെ 100 കിലോമീറ്റർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ 96, ഇവിടെ 100.
ഉഷാറായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അടിപൊളി. ഇവിടെ റോഡ് പണിയും കാര്യങ്ങളാണ് നടക്കണേ. റോഡ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പ്ലാനാണ്. ഗംഭീരമാവും വന്നു കഴിഞ്ഞാൽ. കാരണം ഇവിടെ ബ്ലോക്കുകളൊക്കെ ഉണ്ടാവാറുണ്ട് രാത്രി സമയത്ത്. അതൊക്കെ മാറി കിട്ടും. കുരങ്ങന്മാർ ഉണ്ട്. കുരങ്ങന്മാർക്ക് ഭക്ഷണം കൊടുക്കുകയോ ഫുഡ് കൊടുക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. നിയമപ്രകാരം അത് തെറ്റാണ്. ഫൈൻ അടക്കേണ്ടത് 10-25,000 രൂപ കയ്യിൽ പോകും. അത് വൈൽഡ് ആനിമൽസ് ആണ്. അപ്പോൾ അവരുടെ ഫുഡ് അവർക്ക് കാട്ടിൽ തന്നെ കിട്ടും. നമ്മൾ ഫീഡ് ചെയ്യാനോ ഇത് നിൽക്കാനും പാടില്ല. മൂന്നാറിലെ പ്രധാന ഒരു വെള്ളച്ചാട്ടം ഉണ്ട് പോകുന്ന വഴി. ഇതാണ് മൂന്നാറിലെ പ്രധാന വെള്ളച്ചാട്ടം. വെള്ളമൊന്നുമില്ല, വെള്ളം കാണാനില്ല. ഇതാണ് വെള്ളച്ചാട്ടം. ഉൾപ്പൊടിയാണ്. വണ്ടിയുടെ ബാക്കി കൂടെ പോയി കഴിഞ്ഞാണ്ടല്ലോ അവസ്ഥയായിരിക്കും. ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ നോട്ടെ. ഈ വണ്ടിയുടെ ബാക്കി പോയി കഴിഞ്ഞാൽ പണി വാളും. എനിക്ക് തോന്നുന്നു 1 വർഷത്തിനുള്ളിൽ കിടിലൻ റോഡുകളായിരിക്കും മൂന്നാർ പോകുമ്പോൾ. ഓൾറെഡി കിടിലൻ റോഡാണ്, പക്ഷെ വീതി കുറവാണ്. നല്ല വീതിയുള്ള റോഡുകളായിരിക്കും. ഒരു സംഭാരം ഒരു കരിക്കും വാങ്ങിച്ച് കരിക്ക് കഴിക്കണ ഒരു വ്യൂ നോക്കിയേ, അടിപൊളിയല്ലേ. നമുക്ക് ഇവിടെ നിന്ന് വണ്ടി എടുക്കാം. ഇനി 12 കിലോമീറ്റർ ഉണ്ട് മൂന്നാറിലേക്ക്. പിന്നെ കാറി വരുമ്പോൾ അടിച്ച് പൊളിച്ച് പോവാം. ബൈക്ക് വരുമ്പോൾ ലോഡുള്ള കാരണം ഉണ്ടേ അത്രയ്ക്ക് അടിച്ച് പൊളിച്ച് പോകാൻ പറ്റണില്ല. ഞാൻ കരിക്ക് കുടിക്കാൻ നിർത്തിയില്ലേ, അപ്പം ഞാൻ പറഞ്ഞു അടിപൊളി വ്യൂ കണ്ടാതൊക്കെ പറഞ്ഞില്ല. അപ്പോൾ ആള് പറയാം അടിപൊളി വ്യൂ ആ, രാവിലെ വന്നു കഴിഞ്ഞാൽ തണുത്ത് പറച്ചിരിക്കാം, ഇപ്പം അടിപൊളി അയക്കുന്നു. വണ്ടിയാണ് ഒരു ഘട്ടം കിട്ടണമല്ലോ. ഇതിനെ ഫോൾ അടിച്ച് പോയി കഴിഞ്ഞാൽ അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ. ഈ വലിയ വണ്ടികൾ ഫ്രണ്ടിൽ വന്ന സീനാണ്. വളവിലാണെങ്കിൽ ഓവർടേക്ക് ചെയ്യാനും പറ്റില്ല. കണ്ടോ ഓവർടേക്ക് ചെയ്ത വണ്ടി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. റോഡാണെങ്കിൽ വീതിയില്ല. എന്ത് ചെയ്യാനാ, റോഡ് വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഓവർടേക്ക് ചെയ്യാം. ഒരു ഗ്യാപ്പ് കിട്ടിയില്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ടാണ്. ലോറിക്കാരൻ സിഗ്നൽ കാണിക്കുന്നുണ്ട്. കയറി പോകണമെങ്കിൽ ആൾ പൂക്കളം പറയും. വീണില്ല. അടിപൊളി. ചേട്ടാ ഓവർടേക്ക് ചെയ്തു. ഷൂട്ടാ കിടിലൻ ബ്ലോക്ക്. അടിപൊളി. ആ ജീപ്പ് വട്ടം കയറിയപ്പോൾ ജീപ്പ് വട്ടം കയറി. ബെസ്റ്റ്. ബുള്ളറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇടയിൽ കയറിപ്പോ. ബൈക്ക് ആയതുകൊണ്ട് ഇവിടെ വീട്ടുവിശേഷം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക പുള്ളി. മൂന്നാർ എത്തിയിട്ടോ. പിന്നെ ഒടുക്കത്തെ യാത്രയെന്ന് മൂന്നാർ പൈൻ വാലി എത്തണ. മൂന്നാറിൻ്റെ ഒരു സിഗ്നലാണ് ആ പൈൻ വാലി. അത് പൈൻ മരങ്ങളുള്ള ഒരു ഇത്. പിന്നെ ഈ ഗ്രൗണ്ടും ഇത് രണ്ടും സിഗ്നലാണ്. മീൻസ് മൂന്നാർ എത്തിയത്. KSRTC. നമുക്കൊരു കാര്യം ചെയ്താലോ, പെട്രോൾ അടിച്ചിട്ട് പോയാലോ ചേട്ടാ. പെട്രോൾ പമ്പ് ഇത് മാത്രമേ ഉള്ളൂ. മുകളിലുണ്ടോ? വട്ടവട എത്ര ദൂരമുണ്ട്? ഹാഫ് ആൻ അവർ. എത്ര അരമണിക്കൂറുള്ളൂ? എത്ര മണിക്കൂർ പിടിക്കും? എത്ര മണിക്ക് കയറ്റി വിടും? എത്ര മണി വരെ കയറ്റി വിടും അവിടെ? അപ്പോൾ മൂന്നാർ ടൗണിൽ ചെന്നിട്ടൊന്ന് പെട്രോൾ അടിച്ച് നമുക്ക് പോവാം.
പെട്രോളൊക്കെ ഉണ്ട്, എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി. നമ്മൾ ഷിംലയിൽ ഓണത്തിന് പോകുമ്പോൾ ഒരു ക്ലൈമറ്റ്. പെട്രോൾ അടിച്ചിട്ട് പോവാം. പെട്രോൾ പെട്രോൾ പെട്രോൾ. പെട്രോൾ ഫുള്ളാ പുറത്തേക്ക് ചാടി. ഞാൻ 1000 രൂപയ്ക്ക് അടിച്ചാ. ഞാൻ പിന്നെ ഒന്ന് ടാങ്ക് കുലുക്കി നോക്കിയപ്പോ ഇവിടേക്ക് പെട്രോൾ പോയി. പെട്രോൾ ഫുള്ളാണ്. അങ്ങനെ മൂന്നാറിൽ നിന്ന് വട്ടവട റൂട്ടിലേക്ക് പോവാണ്. ഭക്ഷണം കഴിക്കണം. ഇനി അധികം സമയമില്ല. 5 മണി ആവാറായി. എനിക്ക് ഇവിടുന്ന് 1.5 മണിക്കൂറെങ്കിലും ഉണ്ടാവും വട്ടവടയ്ക്ക്. ഞാൻ എന്തായാലും ഒരു 7 മണിയാകുമ്പോൾ തന്നെ സാധ്യത. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഫുഡ് അടിച്ച് നിൽക്കണം. ഇവിടെ ഒന്നും വണ്ടി വയ്ക്കാനുള്ള സ്ഥലമില്ലല്ലോ. ചേട്ടാ വട്ടവട. ആ വട്ടവട വട്ടവട വട്ടവടിയില്ലേ? വട്ടവട. ആ അയ്യോ കേട്ടോ. ആ നേരെ സ്ട്രൈറ്റ്. ആ ഭക്ഷണം കഴിക്കാൻ ഏറ്റവും നല്ലത് അവിടെ ഉണ്ടാവോ? അവിടെ നല്ല തിരക്കാ. ആ ആ ആ ഉണ്ടല്ലോ. ആ ആ അങ്ങനെ കയറി പോണം. ഓക്കെ ശരി. പോണ വഴിയുണ്ടോ? ആ എന്തെങ്കിലും കഴിച്ചാൽ മതി എനിക്ക്. ആ ഓക്കെ ശരി. ആ ശരി. ആ ശരി, താങ്ക് യു. നല്ല മനുഷ്യൻ ഉണ്ടാവും. ഞാൻ പറയാം എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതി. ആൾ പറഞ്ഞാൽ അവിടെ നിന്നും കഴിച്ചേക്കുന്ന കാര്യമില്ല. അവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ വട്ടവട വിട്ടോളാനെ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു ഹോട്ടലിൽ കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് വേഗം ഭക്ഷണം കഴിക്കട്ടെ, നല്ല തിരക്കുണ്ടാവും. രാവിലെ ഒരു 10:30 പുറപ്പെട്ടതാണ്. ഇവിടെ മൂന്നാർ എത്തിയത് 4:50. അത്ര ടൈം ട്രാവലാണ്. അതിൻ്റെ ഇടയിൽ കൂടെ 1 മണിക്കൂർ പോയി. വേറെ കുറേ ഇഷ്യൂസും കാര്യങ്ങളും പിന്നെ ഓഫീസ് വർക്കും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. വണ്ടി നിർത്താം, ഫോൺ എടുക്കുക, അതായിരുന്നു അവസ്ഥ. ഇനി വട്ടവട പിടിക്കണം. ഒരു 6:30 ആവുമെന്ന് തോന്നുന്നുണ്ട്, അറിയില്ല. ഞാൻ രാവിലെ 4 ഇഡ്ഡലി കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഒരു ബിരിയാണി അങ്ങോട്ട് ഓർഡർ ചെയ്തു. കഴിക്കണം, കുഴപ്പമില്ല, അത്ര തന്നെ. വണ്ടി എടുക്കാണ്. ടോപ്പ് സ്റ്റേഷനിലേക്ക് വളച്ച് നേരെ പടയ്ക്കുക. അല്ലാതെ വേറൊരു ഓപ്ഷൻ നമുക്കില്ല. ഈ വഴി അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞാൽ വട്ടവടയ്ക്ക് എത്താം. ലാസ്റ്റായിട്ട് ഞാൻ ഇവിടേക്ക് വന്നത് ഒരു ഷൂട്ടിനാണ്, ഒരു മ്യൂസിക്കൽ ആൽബം. ആ ഷൂട്ട് ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് 3 ദിവസം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ഷൂട്ടും കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ പോസ്റ്റ്പോൺ ചെയ്ത് ഇതൊക്കെയായി. നല്ല വർക്കായിരുന്നു അത്. അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് കിട്ടിയ വർക്കായിരുന്നു. നമ്മൾ മാട്ടുപ്പെട്ടി ഡാം എത്തിയിട്ടോ. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഞാൻ പണ്ട് ഒരു തവണ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഫസ്റ്റ് പ്രാവശ്യം മൂന്നാർ വന്നപ്പോൾ എൻ്റെ കസിനായിട്ട് കണ്ടോ, അടിപൊളി
ഈ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഈ റൂട്ട് കിടന്ന് എക്കോ പോയിൻ്റ് ഉണ്ട്, അതും കഴിഞ്ഞ് പോകണം വട്ടവടക്ക്. അടിച്ച് വിടാനുള്ള പ്രോ റൈഡേഴ്സ് എടുത്ത ജീപ്പിലുള്ള കയറി സമ്മതിക്കണം. എക്കോ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പുഴയുണ്ട്, ആ പുഴയുടെ അവിടെ നിന്ന് ഓളിയിട്ട് കഴിഞ്ഞാൽ എക്കോ കേൾക്കും, അതാണ് എക്കോ പോയിന്റ്. ഈ റോഡൊക്കെയും പണി തുടങ്ങി. റോഡ് വളരെ മോശമായിരുന്നു പണ്ട്, ഇപ്പം മൊത്തം പൊളിച്ച് വീണ്ടും പണിയാൻ തോന്നുന്നു. വട്ടവട ചെക്ക് ബോക്സിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്, അതാണ് വട്ടവട. ഈ വഴി അങ്ങോട്ട് പോകണം. നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റി വിട്ടിറങ്ങിയാൽ നമ്മളിവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കണം. മാസ്ക് ഇട. ഇവിടെ വേറൊരു റൈഡറിനെ കിട്ടിയിട്ടുണ്ട് പോകുന്ന വഴി. എൻ്റെ ചാലക്കുടി, തൃശ്ശൂർ. എവിടെ നാട്? തിരുവനന്തപുരത്താണ്. അപ്പോൾ അതെ, നമ്മൾ വട്ടവടക്ക് കിടക്കാണ്. വെൽക്കം ടു വട്ടവട. രാത്രി ആയതുകൊണ്ട് കാഴ്ചകളൊന്നും കിട്ടില്ല, ഇതാണ് ശോകം. കിട്ടില്ലൻ 5 കിലോമീറ്റർ റിസർവ് ഫോറസ്റ്റാണ്, നിർത്താനൊന്നും പാടില്ല, നേരെ വെച്ച് പിടിച്ചേക്കണം. പൈൻ മരം കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് പോകുന്ന വഴി ഒരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട്, ആള് റൈഡറാണ്. ഫുൾ കോടാ ഇവിടെ. കിട്ടിയില്ല ഏരിയ കേട്ടോ. ഇത് രാവിലെ വന്നു കഴിഞ്ഞാൽ വേറെ മൂടാണ്, ഇപ്പൊ എന്തായാലും കാണാൻ പറ്റില്ല കേട്ടോ. ഇവിടുന്ന് പണ്ട് പോയ എനിക്ക് ഓർമ്മയുള്ളൂ ഒരു വഴിയുണ്ട്, കറങ്ങി നമുക്ക് തിരിഞ്ഞെത്താൻ പറ്റും. അടിയിലാണ് സ്ട്രോബെറി തോട്ടം. നമ്മൾ മുകളിൽ കൂടെ മല കയറി എവിടെയോ എത്തും. അതുകഴിഞ്ഞിട്ട് അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞാണ് വരാൻ പറ്റുക. എൻ്റെ പൊന്നേ, ആരും ഈ റോട്ടിലില്ല, ഞാനും വഴിയിൽ കിട്ടിയ പുള്ളി മാത്രമേ ഉള്ളൂ. റോഡ് നോക്കിയേ, ഇതാണ് റോഡിൻ്റെ അവസ്ഥ. ഇത് കേറാണ്. ഞാൻ വരാം. അവിടെ നിന്നോ. ആളവിടെ ബ്ലോക്കായി. ആളെ ഹെൽപ്പ് ചെയ്യണം. നിന്നോ
ഞാൻ ഹെൽപ്പാക്കാം. ഓ ഈ ഓഫ് റോഡ് മൊത്തം ഞാൻ കേട്ടണം. പുള്ളി ആ വണ്ടി വെച്ചിട്ടാ ഓഫ് റോഡ് ചെയ്യണേ. അവിടെ സമ്മതിക്കണം. അവസാനം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തി. അവിടെ ഞാൻ വിളിച്ച് ബുക്ക് ചെയ്തിട്ടും പോലില്ല. എന്തായിരിക്കും അവസ്ഥ, എന്താണ് ഒന്നും അറിയില്ല. ഇവിടെ ഇപ്പം ഉണ്ടോ ആൾക്കാരുണ്ടോ ഒന്നും അറിയില്ല. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഇവിടെ വന്നതാണ്. രാത്രി വന്ന് കിടന്നുറങ്ങി, ഭക്ഷണം കഴിച്ച് വേറെ ഒന്നും ചെയ്തില്ല. രാവിലെ ഒരു 8 മണിക്ക് എഴുന്നേറ്റ് കുറേ സ്ഥലം ഇങ്ങനെ നടന്നു. അടിപൊളി പ്രോപ്പർട്ടിയാണ്, നടക്കാൻ കുറേ ഏരിയ. ഞാൻ താമസിച്ചത് ഈ ടെൻറ്റിലാണ് കേട്ടോ. ഇവിടെ കുറേ ടെൻറ്റ് സ്റ്റേയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല പീസ്ഫുൾ ആംബിയൻസ് ആണ്. നല്ല രസം കേട്ടോ ഇവിടെ ഇങ്ങനെ നടക്കാം. എന്താ പറയുക, സ്ട്രെസ് അടിച്ചിരിക്കണവർക്ക് ഇവിടെ വന്നാൽ ഭയങ്കര പീസ്ഫുള്ളായിരിക്കും. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വയ്ക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇവിടെ നല്ലൊരു ഡോഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ലാബ് ഡോഗാണ്. ഇവിടെ ഹാമും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇങ്ങനെ ഇവിടെ ഇരിക്കുക, പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കുക. കിട്ടിയില്ലേനല്ലേ, എന്ത് രസമാണെന്നറിയോ. എൻ്റെ പൊന്നെ, ഫുൾ പച്ചപ്പ് കാര്യങ്ങൾ. അവിടെ ഫയർ ക്യാമ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതവിടെ താമസിക്കാൻ പറ്റും. ഇതവിടെ പണി നടക്കുന്നു. ഇതിവിടെ താമസിക്കാൻ പറ്റും. അപ്പോൾ ബാഗ് വയ്ക്കും, ബൈക്കിൽ ലോഡ് ചെയ്യട്ടെ. സ്റ്റേ ഇവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇങ്ങനെ കയറി ഇവിടെ ക്യാമ്പ് ഫയറും കാര്യങ്ങളാണ്. അവിടെ ഭക്ഷണം കഴിക്കാനുള്ള ഏരിയ. ഇങ്ങനെ പോയി ഇവിടെ ഡോഗുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പോവുക. അവിടെ കുറച്ച് ഏരിയ ഉണ്ട്, നമുക്ക് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവിടെ ഒരു സ്റ്റേ. ഇങ്ങനെയാണ് സംഭവം. ഇവിടെ സ്റ്റേ, ഇവിടെ ബാത്റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇങ്ങനെ വരാം. ഈ വഴി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ടെൻറ്റും കാര്യങ്ങളെല്ലാം വരും. അടിപൊളിയാണ്. ഇങ്ങനെ നടക്കാം. ഫുൾ പച്ചപ്പ്. കിട്ടിയില്ല, ചൂടൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം തണുപ്പുണ്ട്. ഒരു 1 മണി സമയത്ത് രാത്രി ഭയങ്കര തണുപ്പാണ്. ഇവിടെ ടെൻറ്റ് സ്റ്റേ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ താമസിക്കാം. ഇനി വണ്ടി അങ്ങോട്ട് എടുക്കാം, അങ്ങനെ പോവാം. ഡോഗ് ഒക്കെ നോക്കി, ഇത് അടിപൊളിയാണ്. ഇതുപോലത്തെ ഹോം സ്റ്റേസ് നമ്മുടെ മണാലി കിട്ടും. അവിടെ ഡോഗ്സ് ഉണ്ടാവും. എനിക്ക് ഡോഗ്സിന് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് പോവാം. ഇവിടേക്ക് ഇവരുടെ പ്രോപ്പർട്ടിയാണ് വരുന്നത്. രസമാണ് കാണാൻ. ഇതൊന്ന് നോക്കിയേ, എന്ത് അടിപൊളിയാണ്. നമ്മുടെ വണ്ടി ഇവിടെ വെച്ച് നമുക്കങ്ങനെ നടക്കാം. അതുപോലെ അടിപൊളി, എന്ത് രസമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ പറയാണ്. കുറച്ച് വീഡിയോസ് കാര്യങ്ങളെല്ലാം എടുത്ത് ഡ്രോൺ. ഈ വഴിയാണ് രാത്രി ഞാൻ വന്നത്. വഴിയുള്ള ഓഫ് റോഡ് കാണിച്ചു തരാം രാവിലെ എങ്ങനെയാന്ന്. കുഴപ്പം വരാൻ പോണ സ്ഥലം കാണിച്ചു തരാം. ഇവിടെ ആകൂടി ഓഫ് റോഡ് ജീപ്പുകൾ 4x4 വണ്ടികൾ മാത്രമേ കയറുള്ളൂ. വേറെ വണ്ടിയൊന്നും കയറില്ല. ബൈക്കൊക്കെ പിന്നെയും കയറും. കണ്ട, ഇതാണ് വഴി. ബൈക്ക് സ്കൂട്ടറൊക്കെയും കയറും. പക്ഷേ അടിപ്പം കയറ്റം ഇപ്പോൾ വരാൻ പോകണുള്ളൂ.
ഇവിടെ നായാട്ട് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അന്ന് വെച്ച് കഴിഞ്ഞാൽ നായാട്ട് സിനിമയില്ലേ, ആ സിനിമ എടുത്ത സ്ഥലം ആണ് നായാട്ട് വ്യൂ പോയിന്റ്. ആ വ്യൂന്ന്, അതായത് അവിടെ നിന്ന് കഴിഞ്ഞാൽ നായാട്ട് സിനിമ എടുത്ത ഭാഗം കാണാൻ പറ്റും ഏരിയ. അതെ, ഓഫ് റോഡ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറണം. ഇറക്കം കുഴപ്പമില്ല, കയറാനാണ് ബുദ്ധിമുട്ട്. കല്ലുകളുടെ കൂടെ എടുത്ത് പണി പാളും. നോക്കിയെടുക്കണം. എൻ്റെ പൊന്നെ, അയ്യോ, ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമുക്ക് ബാക്കിലേക്കാണ് പോകണ്ടേ, പക്ഷെ ഇവിടുത്തെ വ്യൂ പോയിന്റ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ എടുത്തില്ലേ, അത് നമ്മുടെ ഇവിടെ വരാം. ഇവിടെ ഓഫ് റോഡ് വണ്ടികൾ കാര്യങ്ങളെല്ലാം വന്ന് ഇവിടെ നിൽക്കും. ഇതാണ് ആ വ്യൂ പോയിന്റ് വരുന്നത്. സമയം 1:15 ഞാൻ ഇറങ്ങണേ. ഇപ്പം ഞാൻ രാവിലെ സഞ്ചാരം വളരെ കുറവാണ്. ഞാൻ നല്ല രീതിയിൽ രാവിലെ കിടന്നുറങ്ങിയിട്ട് ഉച്ചയ്ക്ക് അവിടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. എനിക്ക് രാത്രിക്ക് സ്പോട്ടിൽ എത്തിയാനുള്ള അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ്. നമ്മൾ താഴത്തെത്തിയിട്ടാ. താഴത്താണ് ഒരു സ്ട്രോബെറി ഫാമിങ് ഉള്ളത്. മെയിൻ സ്ഥലത്തേക്ക് എത്തി. എല്ലാവരും ടൂറിസ്റ്റുകൾ എല്ലാവരും വരുന്ന സ്ഥലം. ഇവിടെ നിന്നാണ് വണ്ടികളൊക്കെ, ഇവിടെ നിന്നല്ല, അവിടെ നിന്ന് വണ്ടികൾ ജീപ്പ് എടുത്തിട്ട് ഇവിടെയാണ് ഓൾമോസ്റ്റ് ആൾക്കാർ വരുന്നത്. ഇവിടെ ഫാമും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെയാണ് ഫാം വരുന്നത്. വരുന്ന വഴി കുറേ കുട്ടികൾ സ്ട്രോബെറി തോട്ടം കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് നിർത്തും. അവിടെയും സ്ട്രോബെറി തോട്ടമുണ്ട്, ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് ഇറങ്ങി അവിടെ പോകണം. അവിടെയാണ് സ്ട്രോബെറി തോട്ടം, വൈനും കാര്യങ്ങളെല്ലാം കിട്ടുക. ഇതൊക്കെ സ്ട്രോബെറീസ് ആട്ടാ, പക്ഷേ സീസണാണ്. അവിടെ പഴുത്ത് ഇരിക്കുന്നുണ്ടല്ലോ, നമുക്ക് നോക്കാം. അപ്പോൾ അതെ, ഇവിടെ സ്ട്രോബെറി വൈനും ജാമും സ്ട്രോബെറി എല്ലാം കിട്ടും. നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വാങ്ങിക്കാം. അങ്ങനെ ഞാൻ സ്ട്രോബെറി ഒന്നും വാങ്ങിച്ചില്ല, വേറെ ഒന്നും കൊണ്ടല്ല. സീസൺ അല്ലാത്ത ആരുകൊണ്ട് വാങ്ങിച്ചില്ല. സീസൺ സമയത്തുള്ള സ്ട്രോബെറിക്ക് നല്ല മധുരമായിരിക്കും. ഇപ്പം ഭയങ്കര പുളിയും കാര്യങ്ങളാണ്. സീസൺ സമയത്ത് സ്ട്രോബെറി ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ വണ്ടി നിർത്താനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പാടില്ല. വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാനൊന്നും പാടില്ല. നേരെ ഓടിച്ചു പോകണം. റിസർവ് ഫോറസ്റ്റാണ്. പൈൻ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകണം. ഇത് യൂക്കാലിപ്സ് ആണോ പൈൻ മരമാണോ യൂക്കാലിപ്സ് ആണോ എന്ന് കമൻറ്റ് ചെയ്യട്ടാ. യൂക്കാലി മരമല്ലേ ഇത് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യൂക്കാലിയാണോ പൈൻ മരമാണോ ഇപ്പോൾ കൺഫ്യൂഷനായില്ലാകെ. നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ ഏരിയയിൽ. ഫോഗുള്ള സ്ഥലമാണ് കേട്ടോ. ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കും. എന്ത് അടിപൊളിയാണെന്നറിയോ, എന്തൊരു രസമാണെന്നറിയോ, കിട്ടില്ല. ഇവിടെ ഒന്നും ശരിക്കും നിർത്താൻ പാടില്ല വണ്ടി. ഫോറസ്റ്റുകാർ കണ്ടു കഴിഞ്ഞാൽ ഫൈൻ അടിക്കും. ഈ ഒരു ഏരിയ ഒരു സ്വിറ്റ്സർലാൻഡ് കട്ട. പീസ്ഫുൾ ആംബിയൻസ്, ഒന്നും പറയാനില്ല. കുരങ്ങന്മാരൊക്കെ നിൽക്കുന്ന സ്ഥലം. തണുത്ത കാറ്റ്, അപ്പുറത്തും ഇപ്പുറത്തും പച്ചപ്പ്, അടുക്കൊരു റോഡ്. എന്താ ഫീല്.
ഫോഗ് കൊണ്ട് നിറഞ്ഞിരിക്കുക. നമുക്ക് വേണ്ടി ഗേറ്റ് തുറന്നു തന്നു. ഇറങ്ങാണ്. നല്ല ഫോഗ് ഉണ്ട് കേട്ടോ. കോട വന്നിങ്ങനെ നിറയും പോകുന്ന വഴി. ഇപ്പം തന്നെ കണ്ടില്ലേ ഫോഗ്? ഇത് രസ. ഇതിങ്ങനെ കാലാവസ്ഥ മാറിക്കൊണ്ടേയിരിക്കും. വട്ടവടയുടെ പ്രത്യേകത അതാ. ഇത് പൊല്യൂഷൻ ഇല്ലാത്ത ഫോഗ് കേട്ടോ. ഡൽഹിയിൽ അങ്ങനെയല്ല. ഡൽഹിയിൽ പൊല്യൂഷനുള്ള ഫോഗാണ്. ആണ് വ്യത്യാസം. അവിടെ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. പോകുന്ന വഴി കുറച്ച് ഡ്രോൺ വിഷ്വൽസും കാര്യങ്ങളെല്ലാം എടുത്തു. ഇങ്ങനെ നിർത്തി ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയുണ്ടല്ലോ, അവിടെ രണ്ടാന കിട്ടിലൻ. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഒരു സ്ഥലത്ത് നിർത്തി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ രാത്രിയൊക്കെയായി, ഇനി അധികം കാഴ്ചകളൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഈ ചാലക്കുടി കാരണവക ബൈ.